അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മയ്യിത്ത് കുളിയിൽ നിയ്യത്ത് നിർബന്ധമില്ല. വലാ തജിബു ലിസിഹ്ഹത്തിൽ ഗുസ്ലി നിയ്യത്തുൽ ഗാസിലി ഫിൽ അസ്ഹി. അഥവാ മയ്യിത്തിനെ കുളിപ്പിക്കുന്ന വ്യക്തി നിയ്യത്ത് ചെയ്തെങ്കിൽ മാത്രമേ കുളി സ്വഹീഹാകൂ എന്നില്ല. കാരണം മയ്യിത്ത് കുളി സ്വഹീഹാകാനുള്ള ഷർത്തല്ല നിയ്യത്ത് എന്നുള്ളത്. അപ്പോൾ ഒരു മയ്യിത്തിനെ നിയ്യത്തില്ലാതെ കുളിപ്പിച്ചു, അങ്ങനെ കൊണ്ടുപോയി നിസ്കരിച്ചു. ആ നിസ്കാരത്തിന് ഒരു കുഴപ്പവുമില്ല. നിയ്യത്ത് വെക്കാതെ കുളിപ്പിച്ച് മറവ് ചെയ്യപ്പെട്ട മയ്യിത്തിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി ഇനി ഖബറ് മാന്തി പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിയ്യത്ത് ഒരിക്കലും കുളി സ്വഹീഹാകാനുള്ള ഷർത്തല്ല. അതെന്തുകൊണ്ടാണ്? ലിഹുസൂലിൽ മഖ്സൂദി മിൻ ഉസ്ലിഹി വഹുവൻ നവാഫ വഇല്ലം യൻവി. മയ്യിത്തിനെ കുളിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മയ്യിത്തിൻ്റെ വൃത്തിയാണ്, നവാഫത്ത്. അത് നിയ്യത്ത് വെക്കാതെ കുളിപ്പിച്ചാലും ലഭ്യമാകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് മയ്യിത്തിനെ കുളിപ്പിക്കുന്ന വ്യക്തി കാഫിറാണെങ്കിൽ കുളി സ്വഹീഹാകും എന്ന് ഫുഖഹാ പറഞ്ഞത്. ഒരു മുസ്ലിം മയ്യിത്തിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു കാഫിറായ മനുഷ്യന് കുളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ മയ്യിത്തിനെ കുളിപ്പിച്ചത് കാഫിറായി എന്നതുകൊണ്ട് കുളി സ്വഹീഹാകാതിരിക്കുന്നില്ല. ഫയക്ഫി വസ്ലു കാഫിരിൻ ലഹു എന്ന് ഫത്ഹുൽ മുഈനിലും തുഹ്ഫയിലും ഒക്കെ കാണാൻ സാധിക്കും. മയ്യിത്തിൻ്റെ ശരീരത്തിലുള്ള നജസ്സുകളൊക്കെ നീക്കം ചെയ്ത് ശരീരമാസകലം വെള്ളമെത്തിക്കുന്ന രീതിയിൽ കുളിപ്പിച്ചാൽ കുളിപ്പിച്ച വ്യക്തി കാഫിറാണെങ്കിൽ പോലും നിയ്യത്ത് ഷർത്തില്ലാത്തത് കൊണ്ട് ആ കുളി സ്വഹീഹാകും എന്നുള്ളതാണ്. നിയ്യത്ത് നിർബന്ധമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിയ്യത്ത് വെക്കേണ്ടതില്ല എന്നല്ല. നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കൽ സുന്നത്താണ്. അപ്പോളെ കുളി പരിപൂർണമാകുന്നുള്ളൂ. വയംബഗി നദ്ബു നിയ്യത്തിൽ ഗുസ്ലി എന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ കുളിയുടെ പ്രാരംഭത്തിൽ ഈ മയ്യിത്തിന് വേണ്ടി ഞാൻ കുളിയെ വീട്ടുന്നു എന്നോ ഈ മയ്യിത്തിൻ്റെ മേൽ നിസ്കാരം ഹലാലാകാൻ വേണ്ടി ഞാൻ കുളിപ്പിക്കുന്നു എന്നോ ഒക്കെ കുളിപ്പിക്കുന്നയാൾ നിയ്യത്ത് വെക്കൽ സുന്നത്തുണ്ട്. ഇക്കാര്യങ്ങൾ കൃത്യമായി നാം മനസ്സിലാക്കുകയും ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.